എങ്ങനെ ഒരു പ്രൊഫഷണൽ ആവാം? 4 E ഉണ്ട് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ. ദർ ആർ 4 E's. ഓണ്ടർഷിപ്പിന് 3 മാസ്റ്ററാണ് ഉള്ളത്. സെയിൽസ്മാൻ ഒരു പണി മുടക്കി കഴിഞ്ഞാൽ ലോകം സ്റ്റക്ക് ആവും. Greenlives Coaching and Training Solution. ഇനി നമ്മൾ സെയിൽസിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് പ്രൊഫഷണൽ സെയിൽസ് പീപ്പിൾ ഇല്ല. വി ഡോണ്ട് ഹാവ് പ്രൊഫഷണൽ സെയിൽസ് പീപ്പിൾ. ഞാൻ ചില കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ പോലെ ഇരിക്കുമ്പോൾ ഒരു 200 പേര് വന്നാൽ 20 ആളെ പോലും കിട്ടൂല. ക്വാളിറ്റിയുള്ള ആൾക്കാർ 20 ആൾ വന്നാൽ ഒരാളെ പോലും കിട്ടാറില്ല. കാരണം നമ്മുടെ നാട്ടിലെ സെയിൽസ്മാൻമാർ പറഞ്ഞാൽ വേറെ ഒരു ജോലിയും കിട്ടാനായിട്ട് ലാസ്റ്റ് വരുന്ന മേഖലയാണെന്ത്, ഓന് ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ ഓൻ സെയിൽസ്മാൻ ആവും അല്ലേ? ഒരു പണിയില്ലെങ്കിൽ പിന്നെ അവസാനം നമ്മുടെ സെയിൽസ്. ശരിക്കും ഏറ്റവും ബുദ്ധിയുള്ള ജോലിയാണ് സെയിൽസ്. ലോകത്ത് ബാക്കിയുള്ള ഏത് ആൾക്കാർ പണി മുടക്കിയാലും എക്കോണമി സ്റ്റക്ക് ആവില്ല, രാജ്യം സ്റ്റക്ക് ആവില്ല. ഡോക്ടേഴ്സ് പണി മുടക്കിയാലൊക്കെ ലോകം കോവിഡ് സമയത്തൊക്കെ സ്റ്റക്കായ സമയത്ത് ലോകം മുന്നോട്ട്. സെയിൽസ്മാൻമാർ പണി മുടക്കി കഴിഞ്ഞാൽ ലോകം സ്റ്റക്കാവും. ലോകത്തുള്ള എല്ലാ സെയിൽസ്മാനും തീരുമാനിക്കുകയാണ് ഞങ്ങൾ വിൽപ്പന നിർത്തിയേക്കാന്ന് വെച്ചാൽ ലോകം മൊത്തം സ്റ്റക്കാവും, മുന്നോട്ട് പോകാൻ കഴിയില്ല. നീ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, എയർപ്ലെയിൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, വിൽക്കണമെങ്കിൽ സെയിൽസ്മാൻ വേണം. റോക്കറ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, വിൽക്കണമെങ്കിൽ എന്ത് വേണം? സെയിൽസ്മാൻമാർ വേണം. അപ്പോൾ സെയിൽസ് ഇല്ലെങ്കിൽ എക്കോണമി സ്റ്റക്കാവും. അപ്പോൾ ലോകത്ത് ഏറ്റവും മഹത്തായ പ്രൊഫഷനാണ്. നിങ്ങൾ US പോയി കഴിഞ്ഞാൽ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സെയിൽസ് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് റെപ്യൂട്ടഡ് ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ ഉണ്ടാക്കിയതാണ്. ലോകത്തെ 25% CEOs വരുന്നതും സെയിൽസ് എന്നാണ്. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സെയിൽസ്മാർ വരുന്നതും, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് CEOs വരുന്നതും സെയിൽസ് എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് എന്തായി, വില ഇല്ലാതായി പോയി പലതും. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ സെയിൽസ് പഠിക്കാതെയാണ് സെയിൽസ്മാൻ ആയത്. സെയിൽസ് സയൻറ്റിഫിക്കലി പഠിക്കാതെയാണ് സെയിൽസ് ചെയ്യുന്നത്. ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 കൊല്ലോ 7 കൊല്ലോ പഠിക്കും. ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ നമ്മൾ പഠിക്കും ഇല്ലേ? എഞ്ചിനീയർ ആവണമെങ്കിൽ നമ്മൾ പഠിക്കും. അഡ്വക്കേറ്റ് ആണെങ്കിൽ പഠിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ പഠിക്കും. ഒരു ബിസിനസ്സുകാരനാവാം, ഒന്നും പഠിക്കൂല. ഒരു സെയിൽസ്മാൻ ആവാം, ഒന്നും പഠിക്കില്ല, ചാടിയാണ് പോകും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും പ്രൊഫഷണൽ ആവാത്തത്. പ്രൊഫഷണൽ സെയിൽസ്മാൻമാരില്ല നമ്മുടെ നാട്ടിൽ. പ്രൊഫഷണൽ സെയിൽസ്മാൻമാരില്ല. എങ്ങനെ ഒരു പ്രൊഫഷണൽ ആവാം? ഹു ഈസ് എ പ്രൊഫഷണൽ? ആരാണ് ഒരു പ്രൊഫഷണൽ? ആരാണ് ഒരു പ്രൊഫഷണൽ? ഹു ഈസ് എ പ്രൊഫഷണൽ? നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയും. ഡോക്ടേഴ്സ് നമ്മളെന്ത് പറയും? പ്രൊഫഷണൽസ് എന്ന് പറയും. എഞ്ചിനീയേഴ്സ് നമ്മൾ പറയും പ്രൊഫഷണൽസ് എന്ന് പറയും. IT പ്രൊഫഷണൽസ് അല്ലേ? നേഴ്സസ് അവർ നമ്മൾ പ്രൊഫഷണൽസ് പറയും. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ആവുക? എങ്ങനെ ഒരു പ്രൊഫഷണൽ ആവുക? ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഉള്ളത്? ഒന്ന് നോളജ് വേണം, പിന്നെ എക്സ്പെർട്ടൈസ് ആവണം, പിന്നെ സ്കില്ല് വേണം. പിന്നെ ഒരാൾ ഒരു പ്രൊഫഷണൽ ആവാൻ തീരുമാനിക്കുമ്പോൾ, ഇഫ് യു വാണ്ട് ടു ബി എ ഡോക്ടർ ഓർ എൻ എഞ്ചിനീയർ ഒരു അഡ്വക്കേറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് എന്താ? ഫസ്റ്റത്തെ പാഷൻ വേണം. പക്ഷേ ആ പാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്താ തീരുമാനിക്കുക? പാഷൻ വന്ന് നമുക്കൊരു കാര്യം തീരുമാനിച്ചു, നമുക്ക് ഇൻട്രസ്റ്റ് വന്നു, പിന്നെ എന്താ ചെയ്യുക? 4 E ഉണ്ട് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ. ദർ ആർ 4 E's. 4 E's. 4 E'സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ 4 E ഉണ്ട്. ഏത് മേഖലയിലും പ്രൊഫഷണൽ ആണെങ്കിൽ 4 E's ഉണ്ട്. വിച്ച് ആർ ദ E's? ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ. ആദ്യം ഒരാൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തീരുമാനിക്കുന്നതാണ്, ഹി ഡിസൈഡഡ് ടു ബി എ ഡോക്ടർ. ഡോക്ടർ ആവാൻ തീരുമാനം എടുക്കണം. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവൻ ആദ്യം ബിസിനസ്സുകാരാവാൻ തീരുമാനം എടുക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താവും? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആഫ്റ്റർ +2 യു ടുക്ക് അഡ്മിഷൻ ഫോർ MBBS, യു ടുക്ക് അഡ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ്, യു ടുക്ക് അഡ്മിഷൻ ഫോർ MBA നമ്മൾ അല്ലെങ്കിൽ BBA നമ്മൾ അഡ്മിഷൻ എടുക്കും. സോ അപ്പോൾ ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യു ഇൻവെസ്റ്റഡ് ഇൻ ദ എഡ്യൂക്കേഷൻ ഫസ്റ്റ്, റൈറ്റ്? യെസ് ഓർ നോ? യെസ്. ആദ്യം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. സെയിൽസിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓണ്ടർപ്രണർഷിപ്പിൽ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഓണ്ടർഷിപ്പിന് 3 മാസ്റ്ററാണ് ഉള്ളത്. ഫസ്റ്റ് ഓട്ടോ പൈലറ്റ് ആവുക എന്നുള്ളതാണ്. സെക്കൻഡ് ഓട്ടോ എക്സ്പീരിയൻഷ്യലാണ്. തേർഡ് ഓട്ടോ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മൾ ഓട്ടോ പൈലറ്റ് ആവാറില്ല, നല്ല രണ്ടാമത്തേക്ക് പോകാൻ പറ്റുള്ളൂ.
അത് നമ്മൾ ഓട്ടോ പൈലറ്റ് ആണ്. നമ്മളില്ലാതെ നമ്മൾ ബിസിനസ് റൺ ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഓൺടർപ്രണർഷിപ്പ് മാസ്റ്ററി. എന്നാലേ രണ്ടാമത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഓട്ടോ എക്സ്പെൻഷ്യൽ ഗ്രോത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. Greenlives Coaching and Training Solution.